ഡിസൈൻ കഴിഞ്ഞു അല്ലേ? അപ്പൊ ഇനി വേണ്ടത് നമുക്ക് എന്താ? നമ്മൾ ഒന്നെന്ന് അടിച്ചു കഴിഞ്ഞാൽ അത് ആ ഇൻപുട്ട് ബോക്സിൽ വരണം, രണ്ടെന്ന് അടിച്ചു കഴിഞ്ഞാൽ ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ അത് ഇൻപുട്ട് ബോക്സിൽ വരണം അല്ലെ? എല്ലാ കാര്യങ്ങളും നമുക്ക് ഇൻപുട്ട് ബോക്സിൽ വരണം. ഇപ്പൊ ഗെറ്റ് എ യൂസർ ഇൻപുട്ട് ആൻഡ് പ്ലേസ് ഇറ്റ് ഇൻ ദ ടെക്സ്റ്റ് ഫീൽഡ്. സോ അതിനുവേണ്ടിയുള്ള ഫംഗ്ഷൻ ആണ് ഞാൻ എഴുതുന്നത്. ഞാനൊന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി എന്നോട് എഴുതി വെച്ചേക്കാം. Get the user input and place it the text field. Fine. ഇനി ഞാനൊരു പുതിയൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ ഫംഗ്ഷന്റെ പേര് def get underscore variable. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം കേട്ടോ, അങ്ങനെ ഒരു നിർബന്ധവും ഇല്ല, തന്നെ കൊടുക്കണം. Variable, and I pass one argument here. ഒരു ഇഷ്ടമുള്ളത് കൊടുക്കാം. അപ്പം നമ്മള് ഈ നമ്പർ പാസ് ചെയ്യുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഒന്നെന്ന് പറയുന്ന നമ്പർ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒന്നെന്ന് പറയുന്നത് ഇവിടെ പാസ് ആവണം, രണ്ടെന്നാണെങ്കിൽ 2 പാസ് ആവണം, 3 ആണെങ്കിൽ 3, അങ്ങനെ അതിനു വേണ്ടിയാ. ഓക്കെ, എന്നിട്ടോ ഗെറ്റ് വേരിയബിൾ ഫംഗ്ഷൻ കൊടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഞാനൊരു ഐ എന്ന് പറഞ്ഞൊരു ആദ്യം തന്നെ ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യാം. I is equal to 0. അത് ഞാൻ ഗ്ലോബലി ഡിക്ലെയർ ചെയ്യാണ് ഇവിടെ. ഗ്ലോബൽ ഓക്കെ. എന്നിട്ട് ഞാൻ കൊടുക്കുന്നത് നമ്മുടെ ആ ഡിസ്പ്ലേ എന്ന് പറയുന്നത്, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഡിസ്പ്ലേ എന്ന് പറയുന്നത് നമ്മുടെ എൻട്രി, നമ്മുടെ എന്താ ഇൻപുട്ട് ബോക്സ് ആണല്ലേ. അപ്പൊ വേരിയബിൾ നെയിം ഏതാ? ഡിസ്പ്ലേ. അപ്പൊ ഞാൻ എന്ത് കൊടുക്കും? ഡിസ്പ്ലേ ഡോട്ട് ഇൻസേർട്ട്. നിങ്ങൾക്ക് അറിയാവുന്ന ഫംഗ്ഷൻ ആണ് ഇൻസേർട്ട് അല്ലെ? ഇൻസേർട്ട് എന്തിനാ യൂസ് ചെയ്യുന്നത്? നമുക്കൊരു പർട്ടിക്കുലർ ഒരു പർട്ടിക്കുലർ എന്താ ഇൻഡെക്സിലേക്ക് നമുക്ക് എലമെന്റിനെ ആഡ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ ആദ്യം ഇപ്പൊ ഇൻഡെക്സ് എന്താ കൊടുക്കുന്നത്? ഐ എന്താ നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്? 0 അല്ലെ? അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് I 0 ആകും, 1 ആകും. അത് ഓട്ടോമാറ്റിക്കലി ആകില്ല, നമ്മൾ ഇൻക്രിമെന്റ് ചെയ്ത് കൊടുക്കണം, അത് ആയിക്കോളും. ഓക്കെ, അപ്പൊ I കൊടുത്തു. അപ്പൊ ഫസ്റ്റ് 0 ആയിട്ടായിരിക്കും സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ടോ എന്ത് നമ്പർ ആണോ നമ്മൾ അടിച്ചത് ആ നമ്പർ പാസ് ആവണം, അതാണ് ഈ നമ്പർ എന്ന് പറയുന്നത്. ഇത് ഈ പാസ് ചെയ്തത്. അപ്പൊ എന്തായി? ഇൻസേർട്ട് ചെയ്യണം. ഇനി രണ്ടാമതൊരു നമ്പർ കൂടെ അടിക്കുന്നല്ലേ, രണ്ടാമതൊരു വേരിയബിൾ കൂടെ അടിക്കുന്ന സമയത്ത് ഐയുടെ പൊസിഷൻ മാറി ഒന്നാമത്തെ പൊസിഷനിൽ വരണം. 0 പൊസിഷൻ, ഒന്നാമത്തെ പൊസിഷൻ, രണ്ടാമത്തെ പൊസിഷൻ, അങ്ങനല്ലേ? അപ്പൊ ഇത് ഓട്ടോമാറ്റിക്കലി ഇൻക്രിമെന്റ് ആയിക്കോളും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? ഇത് മാത്രം പോരാ, ഇത്ര എഴുതി കഴിഞ്ഞാൽ മാത്രം നടക്കുമോ? ഇല്ല. എന്ത് ചെയ്യണം? നമ്മൾ നേരെ പോയിട്ട് നമ്മുടെ കാണാൻ പറ്റുമായിരിക്കുമല്ലോ ഇവിടെ 1 2 3 ഇവിടെ കോമയിട്ട് ലാംഡയിലാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെ വിളിക്കും? കമാൻഡ് ഈക്വൽ ടു, ഫംഗ്ഷൻ കൊടുക്കുന്ന അങ്ങനെയാണ് കേട്ടോ. കമാൻഡ് ഈക്വൽ ടു ലാംഡ ഇൻഡന്റേഷൻ, എന്റെ ഫംഗ്ഷന്റെ പേര് ഗെറ്റ് വേരിയബിൾ, ആൻഡ് നമ്പർ ഞാൻ പാസ് ചെയ്ത് കൊടുക്കേണ്ടത് 1 എങ്കിൽ 1. കണ്ടോ? 1. ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഇതുപോലെ എല്ലായിടത്തും എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് ഉള്ള എല്ലായിടത്തും നമ്മൾ എന്ത് ചെയ്യണം? കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തിട്ട് കൊടുക്കണം. കൺട്രോൾ V, 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 കൺട്രോൾ V. മതി, ഇത്ര മതി. ഇനി നമ്മൾ നമ്പർ മാറ്റി കൊടുക്കാം. 2 3 4 5 6 7 8 9 0. അപ്പൊ എന്താ നടക്കുന്നത് ഇവിടെ? ഞാൻ ഒന്നെന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒന്നെന്നുള്ളത് പാസ് ചെയ്യുമ്പോൾ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ ഒന്നെന്ന് പറയുന്ന നമ്പർ ഇവിടെ പോയി പാസ് ചെയ്യും, ഈ ഒന്നിലേക്ക് കൂടും. ഈ നമ്പറിന് പകരം ഇവിടെ 1 ആവും. അപ്പൊ എന്താ? അപ്പൊ ഈ ഇൻസേർട്ട് ചെയ്യുന്നത് ഇൻഡെക്സ് പൊസിഷൻ 0 ആണെങ്കിൽ 0ൽ 1 എന്ന് പറയുന്ന നമ്പർ വരും. ഓക്കെ, അത് കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് 3 എന്ന് പറഞ്ഞ പ്ലസ് ചെയ്യുന്നു. അപ്പൊ 3 എന്ന് പറയുമ്പോൾ 3 ആണല്ലേ? ഇപ്പൊ 0th പൊസിഷൻ ഓട്ടോമാറ്റിക്കലി ഇൻക്രിമെന്റ് ചെയ്തിട്ട് 1 ആകും ഇവിടെ. എന്നിട്ട് ഇവിടെ നമ്മുടെ നമ്പർ 3 ആണല്ലേ? അപ്പം ഇൻസേർട്ട് ചെയ്യും 3 എന്നുള്ളത്. അപ്പൊ എവിടെ ഇൻസേർട്ട് ചെയ്യുന്നത്? ഒന്നാമത്തെ ഇൻഡെക്സിൽ 3ാമത്തെ നമ്പർ ഇൻസേർട്ട് ആവും. മനസ്സിലായോ? സേവ് ചെയ്തിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 1 2 3 0
എനിക്കെല്ലാം കൊടുത്തിട്ടില്ല. 7, 8, 9. ആ 0ന്റെ അവിടെ 0 എടുക്കുന്നില്ല അല്ലേ? അത് നമുക്ക് ചെക്ക് ചെയ്യാവേ. ബാക്കിയുള്ളതെല്ലാം റെഡി ആയിട്ടുണ്ട് അല്ലേ? 0 നമ്മൾ ഇവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് ആക്കിയിട്ടുണ്ടല്ലോ. 0 വരുന്നുണ്ട് കേട്ടോ. ഇവിടെ 1, 2, 3 കഴിഞ്ഞിട്ട് നമ്മൾ സിമ്പിൾ സെയിം ആയിട്ട് എവിടെയോ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് വന്നിരിക്കുന്നത്. അത് നമുക്ക് റെഡിയാക്കാം. ഇവിടുത്തെയാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ ഇവിടുത്തെ ഓപ്പറേറ്റർ മാറ്റി എന്ത് ഓപ്പറേറ്റർ നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും? അവിടെ ഇനിയും കൊടുക്കാൻ പറ്റുന്ന ഓപ്പറേറ്ററിന് വന്നാല് ഈക്വൽ കൊടുത്തു, പ്ലസ് കൊടുത്തു, പെർസെന്റേജ് കൊടുത്തു, ബാക്ക് ബട്ടൺ കൊടുത്തില്ലല്ലോ. കണ്ടു തിരിക്കട്ടെ. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രസ് ചെയ്യുന്നതനുസരിച്ച് എല്ലാം വരും നമ്പേഴ്സ് ഇപ്പം അല്ലേ? ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പൊ അടുത്തായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാല് ഓൾറെഡി അപ്പം നമുക്ക് നമ്പേഴ്സ് എല്ലാം ഇപ്പൊ ഇൻപുട്ട് ബോക്സിൽ കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ ഇഷ്ടമുള്ള സാധനങ്ങൾ പ്രസ് ചെയ്യുന്നതനുസരിച്ച് വരും. എനിക്കിനി ക്ലിക്ക് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് സാധനം ഡിലീറ്റ് ചെയ്ത് പോകണം. അപ്പൊ അതിനു വേണ്ടിയുള്ള കോഡാണ് നമ്മൾ ഇനിയും ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്കത് നോക്കാം. അടുത്ത ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഗെറ്റ് def ക്ലിയർ ഓൾ എന്ന് കൊടുക്കാം. ക്ലിയർ ഓൾ എല്ലാം ഡിലീറ്റ് ചെയ്യാനായിട്ട് ക്ലിയർ ഓൾ ഓഫ് ഫംഗ്ഷൻ. എന്നിട്ട് അവിടെ എന്ത് ചെയ്താൽ മതി? ഡിസ്പ്ലേക്കകത്താണല്ലോ എല്ലാം കിടക്കുന്നത്. അതേ ഡോട്ട് ഡിലീറ്റ് കൊടുക്കാം. എവിടെ തുടങ്ങി എവിടെ വരെ? 0 മുതൽ എൻഡ് പൊസിഷൻ വരെ. എൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പൊസിഷൻ ഉണ്ട് കേട്ടോ. എൻഡ് വിളിച്ചാൽ മതി. അപ്പൊ എന്തായി? ഡിലീറ്റ് ആയിപ്പോ. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അത് നമ്മൾ കൊടുത്തില്ല, ലാംഡായി കൊടുക്കണം. അപ്പം എ സിക്കാണ് കൊടുക്കേണ്ടത്. അപ്പം കമാൻഡ് ലാംഡ ഏത് ഫംഗ്ഷനാണ് വിളിക്കേണ്ടത്? ക്ലിയർ ഓൾ അല്ലേ? ക്ലിയർ ഓള് എന്തൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, സേവ് ചെയ്യാം, ചെക്ക് ചെയ്യാം. അപ്പം 1, 2, 3, 6, 7 എന്നിട്ട് AC ക്ലിക്ക് ചെയ്യുന്നു. കണ്ടോ പോയതാ? കണ്ടോ? പോയ. അപ്പൊ AC കറക്റ്റ് ആയി. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് അൺഡു ചെയ്തേക്കാം. അൺഡു എന്ന് പറഞ്ഞാൽ ഓരോ ബട്ടൺ വീതം പോകണമെങ്കിൽ എന്ത് ചെയ്യണം? അതായത് ഇപ്പൊ ഞാൻ 1, 2, 3, 6, 9 ഇങ്ങനെ അടിച്ചു. അപ്പൊ ഒരെണ്ണത്തെ ക്ലിക്ക് ചെയ്യുന്ന അനുസരിച്ച് ഓരോന്ന് ബാക്കിൽ നിന്ന് ഓരോന്ന് പോകണം. അതാണ് നമുക്ക് ഇനി വേണ്ടത്. അപ്പൊ അടുത്ത ഫംഗ്ഷൻ def അൺഡു എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കാം. അൺഡു ഓഫ്. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? ഇനി കംപ്ലീറ്റ് സ്ട്രിങ്ങിന് ഒരു അതായത് കംപ്ലീറ്റ് എത്ര ഉണ്ട്? 1, 2, 3, 4 എന്ന് വെച്ചാൽ 4 എലമെന്റിന് നമുക്ക് എടുത്തു വെക്കണം, ഗെറ്റ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ ലാസ്റ്റത്തെ എലമെന്റിന്റെ പൊസിഷൻ എങ്ങനെ അറിയും? എങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു വേരിയബിളിനെ എടുത്തിട്ട് എന്റെ സ്ട്രിംഗ് എന്ന് കൊടുക്കുവാണ്. എന്റെ സ്ട്രിംഗ് ഈക്വൽ ടു ഡിസ്പ്ലേ ഡോട്ട് ഗെറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഗെറ്റ് എങ്കിലും യൂസ് ചെയ്യുന്നത് ഗെറ്റ് ചെയ്തെടുക്കാൻ, ഫെച്ച് ചെയ്തെടുക്കാൻ അല്ലേ? അപ്പൊ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഇൻപുട്ട് ബോക്സിൽ ഇപ്പൊ 1, 2, 3, 4 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 1, 2, 3, 4 മൊത്തത്തിനെ ഗെറ്റ് ചെയ്ത് ഇപ്പൊ ഏത് വേരിയബിൾ നെയിമിനകത്തുണ്ട്? എന്റെ സ്ട്രിങ്ങിനകത്തുണ്ട് ഉണ്ടല്ലോ. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ എന്റെ സ്ട്രിങ്ങിന്റെ കംപ്ലീറ്റ് ലെങ്ത് കണ്ടുപിടിക്കണം. if len യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ലെങ്ത് കണ്ടുപിടിക്കുന്നത്. എന്റെ സ്ട്രിങ്ങിനെ ലെങ്ത് കണ്ടുപിടിച്ചു അല്ലെ? ഇൻഡന്റേഷൻ കൊടുത്തു. എന്നിട്ടോ എന്തിനാ ലെങ്ത് കണ്ടുപിടിച്ചത്? ലെങ്ത് കണ്ടുപിടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 4 എലമെന്റ് ആണെന്നുണ്ടെങ്കിൽ 4 എലമെന്റിന്റെ ലെങ്ത് ടോട്ടൽ ലെങ്ത് കണ്ടുപിടിച്ചു. അതിൽ ഏറ്റവും അവസാനം അൺഡു ചെയ്യുമ്പോൾ ഏറ്റവും അവസാനത്തെ എലമെന്റിൽ നിന്ന് വേണം ഡിലീറ്റ് ചെയ്ത് തുടങ്ങാൻ. ഇടയ്ക്കെത്തൊന്നും പറ്റുമോ? ഇല്ല. നമ്മുടെ പോയിന്റ് നിൽക്കുന്ന ഏറ്റവും അവസാനമല്ലേ അല്ലെ? ഇപ്പൊ 2 + 3 എന്ന് വെച്ചാൽ 3 ഡിലീറ്റ് ആവണം, പ്ലസ് ഡിലീറ്റ് ആവണം, പിന്നെ 2 ഡിലീറ്റ് ആവണം, അങ്ങനെ വേണം പോകാനായിട്ട് അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഞാനൊരു വേരിയബിൾ നെയിം പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ന്യൂ സ്ട്രിംഗ് ഈക്വൽ ടു എന്ത് ചെയ്യണം? ഇപ്പം ഈ എന്റെ സ്ട്രിംഗ് എന്ന് പറഞ്ഞ വേരിയബിളിനകത്ത് എന്തുണ്ട്? കംപ്ലീറ്റ് സ്ട്രിംഗ് ഉണ്ട് അല്ലെ? അപ്പൊ ഞാൻ ആ എന്റെ സ്ട്രിങ്ങിനെ വിളിച്ചിട്ട് അതിന്റെ ഏറ്റവും ലാസ്റ്റ് ഉള്ള പൊസിഷനെ എടുക്കാനായിട്ട് കൊടുക്കുന്നു. ലാസ്റ്റ് പൊസിഷനൊക്കെ ആണെങ്കിൽ
-1. അപ്പം 0 to -1 എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനത്തെ ഉള്ള എലമെന്റിനെ എടുക്കാനാണ് -1 യൂസ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യുന്നു ഞാൻ? അപ്പം എന്തെങ്കിലും ഒരു പ്രീവിയസ് ആയിട്ട് എന്തെങ്കിലും ഡേറ്റാസ് അവിടെ കിടപ്പുണ്ടെങ്കിൽ ക്ലിയർ ഓൾ ഞാൻ കൊടുക്കുന്നുണ്ട്. ക്ലിയർ ഓൾ കൊടുക്കുന്നത് പ്രീവിയസ് ഔട്ട്പുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ആയി പോകാനായിട്ടാണ്. എന്നിട്ട് എന്ത് ചെയ്യണം? ഡിസ്പ്ലേ ഡോട്ട് ഇൻസേർട്ട് 0, ന്യൂ സ്ട്രിങ്. ഓക്കെ, എന്നിട്ട് എൽസ് കണ്ടീഷനിൽ നമ്മൾ എന്ത് ചെയ്യും? ക്ലിയർ ഓൾ വീണ്ടും കൊടുക്കണം. എന്തെങ്കിലും പ്രീവിയസ് ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ആയി പോവാം. എന്നിട്ട് എന്ത് ചെയ്യണം? അഥവാ നമ്മൾ ചെയ്തിരിക്കുന്ന തെറ്റാണെന്നുണ്ടെങ്കിൽ എന്നിട്ട് എന്ത് ചെയ്യണം? ഡോട്ട് ഇൻസേർട്ടിനകത്ത് 0th പൊസിഷനിൽ എറർ എന്നൊരു മെസ്സേജ്, നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ മെസ്സേജ് കൊടുക്കാം. എറർ എന്നാണ് സാധാരണ രീതിയിൽ കാണുന്നത്, അത് കൊടുക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. 1 2 3 6 5 4 ഞാൻ ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, നമ്മൾ ലാംഡ കൊടുത്തില്ല, അത് മറന്നുപോയി. ഓക്കെ, സോ അൺഡു കൊടുക്കേണ്ടത് ഇതിനാണ് അല്ലേ? ഇവിടെ കൊടുക്കേണ്ടത് ഏതാ? അൺഡു അല്ലേ? സേവ്, റൺ ചെയ്യാം. 1 2 3 6 4 അൺഡു ചെയ്യുമ്പോൾ കണ്ടണം ഓരോന്ന് വീതമാണ് പോകുന്നത്. കണ്ടോ പോകുന്നത്? കണ്ടോ എറർ വന്നിരിക്കുന്നത്? ഒന്നുമില്ല, നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. കേട്ടോ, 1 2 3 6 9 8 ബാക്ക് ബട്ടൺ അടിക്കുന്ന സമയത്ത് നമുക്ക് വരുന്നുണ്ട്. കണ്ടോ? അപ്പൊ ഇങ്ങനെയാണ് അൺഡു ചെയ്യുന്നത്. ക്ലിയർ? അപ്പൊ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ ഒരു വേരിയബിൾ നെയിം ക്രിയേറ്റ് ചെയ്ത് അതിനെ മൊത്തം ഫെച്ച് ചെയ്ത് വെച്ചു ഡിസ്പ്ലേ ഡോട്ട് ഗെറ്റ് എന്ന് പറഞ്ഞാൽ. എന്നിട്ട് എന്ത് ചെയ്യും? ലെങ്ത് കണ്ടുപിടിക്കും. ലെങ്ത് കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കംപ്ലീറ്റ് സ്ട്രിങ്ങിന്റെയാണ് ലെങ്ത് കണ്ടുപിടിക്കേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യും? ആ കംപ്ലീറ്റ് സ്ട്രിങ്ങിലെ ഏറ്റവും -1 0 to -1 എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പൊസിഷനിൽ എടുത്തു വെക്കും ഈ ന്യൂ സ്ട്രിങ്ങിനെ. എന്നിട്ട് എന്ത് ചെയ്യും? ന്യൂ സ്ട്രിങ്ങിനെ 0th പൊസിഷനിൽ വെച്ച് ഇൻസേർട്ട് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആ പൊസിഷനെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പൊ ബാക്ക് ബട്ടൺ അനുസരിച്ച് അതിനെ ഡിലീറ്റ് ആയിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, എന്നിട്ട് എൽസ് കണ്ടീഷൻ കൊടുത്താൽ മതി. ക്ലിയർ? ഓക്കെ, അപ്പൊ ബാക്കി ഭാഗം നെക്സ്റ്റ് വീഡിയോയിൽ